എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയുടെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. പരിപ്പ് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. എയറെല്ലാം ഫുള്ള് പോയിട്ട് പരിപ്പ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കപ്പങ്ങയാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ കപ്പങ്ങ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയും 3 പച്ചമുളകുമാണ്. അത് ഞാൻ ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കപ്പങ്ങയുടെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി കപ്പങ്ങ വേവുന്നതിന് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ നികത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് കപ്പങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എയർ കളഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കപ്പങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 മുറി തേങ്ങയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകവും 3 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചാണ് നമ്മളിത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറി അധികം തിളപ്പിക്കേണ്ട. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കുറച്ച് ഒരു 2-3 തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 2-3 തിള വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് കറിയിലേക്ക് കടുക് വറുത്തൊഴിക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോഴേക്കും ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ഒരു 3 വറ്റൽമുളക് അതൊന്ന് വട്ടം മുറിച്ചതും അതുപോലെ തന്നെ വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മുളകും വേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് കുശാലാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.